നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം ഓഫ് അൻ അരിത്തമെറ്റിക് സീക്വൻസ് 51 ആണ്. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ S4 അല്ലേ? S4 നമുക്ക് തന്നിട്ടുണ്ട്, 51 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ സിക്സ്ത് ടേം, ആറാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 45 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം ആണ് ചോദിച്ചേക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. അപ്പൊ ഡി എന്ന് പറയുന്നത് എന്താണ്? x6 മൈനസ് x4 ഡിവൈഡഡ് ബൈ 6 മൈനസ് 4, അതായത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ x6 മൈനസ് x4 എന്ന് പറഞ്ഞാൽ നമുക്ക് x6 എന്ന് പറഞ്ഞാൽ 45 തന്നിട്ടുണ്ട്, x4 എന്ന് പറഞ്ഞാൽ മൈനസ് 51 തന്നിട്ടുണ്ട്, 6 മൈനസ് 4 2 വരും. 45 51 കുറച്ച മൈനസ് 6 വരും, ഡിവൈഡഡ് ബൈ 2 വരും. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -3 കിട്ടിയിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചാണ് വാട്ട് ഈസ് ഫിഫ്ത്ത് ടേം എന്ന് വെച്ചാൽ അത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. x5 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം നാലാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ എന്താ കിട്ടണം? അഞ്ചാമത്തെ ടേം. അഞ്ചാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി കഴിഞ്ഞാൽ ആറാമത്തെ ടേം കിട്ടും. ഓൾറെഡി ഇവിടെ നാലാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ ചെയ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷനിൽ കൊടുക്കണം ഒരു നിർബന്ധമില്ല. അപ്പൊ നാലാമത്തെ ടേമിന്റെ കൂടെ ആരെ കൂട്ടിയാൽ മതി? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു കോമൺ ഡിഫറൻസ് ഡിയോടെ കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ ടേം ആവും. അപ്പൊ നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 51 ആണ്. 51 ദെൻ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പൊ 51 നിന്ന് 3 കുറച്ച 48 കിട്ടും, x4 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ x4 ആയി. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ഫിഫ്ത്ത് ടേം ടു ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? അഞ്ചാമത്തെ ടേമിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും എന്നുള്ളതാണ് എന്ത് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ടൈമിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം ഒന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് x5 എന്ന് പറയുന്നത് അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 48 കിട്ടി. ഇനി നമ്മളോട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം അല്ലെ? ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ കൊടുക്കാം, S5 തന്നെ കൊടുക്കാം. S5 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? f+4d എന്ന് പറയുന്നത് 48 ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം x5 എന്ന് പറഞ്ഞാൽ f+4d ആണ്, അത് 48 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ f+4 ഇൻറ്റു കോമൺ ഡിഫറൻസ് -3 ഈക്വൽ ടു 48 വരും. അപ്പൊ എഫ് അങ്ങനെ തന്നെ നിർത്തി. ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ -12 ആയി, ഈക്വൽ ടു 48 ആയി. ഇനി 12ന് നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ എന്താവും? 48 + 12 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആയി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എത്ര കിട്ടിയ മക്കളെ? 60 അല്ലേ കിട്ടിയേക്കണേ. അപ്പൊ ഇത് അഞ്ചാമത്തെ ടേം. അഞ്ചാമത്തെ ടേമിനോട് എത്ര കൂട്ടുമ്പോഴാണ് ഫസ്റ്റ് ടേം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അഞ്ചാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 48. അതിനോട് എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് ഈ 60 കിട്ടിയത്? 12 കൂട്ടിയപ്പോ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x5 + 12 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 കിട്ടിയത്. അപ്പൊ 60 കിട്ടിയത്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? അപ്പൊ എത്ര കൂട്ടുമ്പോഴാണ്? 12 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അഞ്ചാമത്തെ ടേമിനോട് കൂടി 12 കൂട്ടിയാൽ നമുക്ക് ഫസ്റ്റ് ടേം ആയി. അപ്പൊ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 ടേംസ് 3 ടേം എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. എഫ് എന്ന് പറഞ്ഞാൽ 60 തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് ഡി -3 തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് 3 ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 60. 60 3 കുറച്ച 57 സെക്കൻഡ് ടേം. 57 3 കുറച്ച 54 തേർഡ് ടേം. 54 3 കുറച്ച 51 അടുത്ത ടേം. അപ്പൊ നമ്മുടെ ടേംസ് ഏതൊക്കെ? 60, 57, 54, 51 എക്സെട്ര വരും. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. ആൻസർ ശരിയാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്തൊക്കെ തന്നിട്ട് നോക്കുക, അതനുസരിച്ച് നമ്മൾ ഓരോ ഫോർമുലയിലായിട്ട് കൊടുക്കുക, ആൻസർ ആവും.